പ്രിയപ്പെട്ട കൂട്ടുകാരെ, നൈസ് ദംഗസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 7ാം ക്ലാസ്സുകാരുടെ ഹിന്ദി പാഠപുസ്തകത്തിലെ ആദ്യത്തെ യൂണിറ്റായ ഖുദ് സേ പ്യാർ എന്ന ചാപ്റ്ററിൻ്റെ തുടർ പ്രവർത്തനങ്ങളാണ്, അഭ്യാസവുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. സമയമൊട്ടും കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കായി ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നു പോകരുത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഖുദ് സേ പ്യാർ എന്ന് പറയുന്നത് ഒരു കവിതയായിരുന്നു, ശോഭനാഥ് യാദവിൻ്റെ കവിത. ആ കവിതയിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വ ദേ സകേ ആഗ്, വ ദേ സകേ ആഗ്, യഹാം ആഗ് സേ ക്യാ മത്ലബ് ഹെ. ഇവിടെ ആഗ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആഗ് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? എന്താ ഉത്തരം? സൂരജ് കാ പ്രകാശ്, സൂര്യൻ്റെ പ്രകാശമെന്ന് വേണമെങ്കിൽ അർത്ഥമാക്കാം. സൂരജ് കി കിരൺ, സൂര്യൻ്റെ കിരണങ്ങളെന്ന് അർത്ഥമാക്കാം. സൂരജ് കി ഊർജ, സൂര്യൻ്റെ ഊർജം എന്നും അർത്ഥമാക്കാം. അതാണ് ആഗ്. ശരിക്കും ആഗ് എന്ന മീനിങ് എന്താണ്? ആഗ്, ആഗ് തീ എന്ന ആ ചൂട്. അപ്പോൾ ചൂടും പ്രകാശവും ഒക്കെയാണ് ആഗ് കൊണ്ട് അർത്ഥമാക്കുന്നത്. വ ദേശക്കെ ആഗ്, സൂര്യൻ തൻ്റെ ഊർജം ഭൂമിക്കായി, ലോകത്തിനായി നൽകുകയാണ്. ഇവിടെ ആഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സൂരജ് കാ പ്രകാശ്, സൂര്യൻ്റെ പ്രകാശം. സൂരജ് കി കിരൺ, സൂര്യൻ്റെ കിരണം. സൂരജ് കി ഊർജ, സൂര്യൻ്റെ ഊർജം. ഇതിലേത് എഴുതിയാലും ഉത്തരം കറക്റ്റാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കൂ. ദരാഖ്ത് സെ ആപ്നെ ക്യാ സമച്ച. ദരാഖ്ത് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? എന്താണ് മനസ്സിലാക്കിയത്? എന്താണ് ദരാഖ്ത് മീൻ? എന്താ മീനിങ്? വൃക്ഷ, പേട് എന്ന. അപ്പോൾ ദരാഖ്ത് സെ ആപ്നെ ക്യാ സമച്ച, ദരാഖ്ത് കാ അർത്ഥ വൃക്ഷ ഓർ പേട് ഹേ, വൃക്ഷ ഓർ പേട് ഹേ. ക്ലിയർ? ഇനി ആ പാഠത്തിൽ തന്നെ അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കൂ. ഖുദ് സെ പ്യാർ കർന से क्या अर्थ निकलता है? खुद से प्यार करना से क्या अर्थ निकलता है? എന്താ സ്വയം സ്നേഹിക്കുക എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഖുദ് സെ പ്യാർ കർന നമ്മൾ പറഞ്ഞു, സൂര്യൻ്റെ ഊർജത്തെ സ്നേഹിച്ചുകൊണ്ട് അത് പ്രകൃതിക്കായി നൽകുന്നു. വൃക്ഷങ്ങൾ വൃക്ഷത്തിൻ്റെ ഫലങ്ങളെ അല്ലെങ്കിൽ പൂക്കളെ സ്വന്തമായി സ്നേഹിച്ചുകൊണ്ട് അത് പ്രകൃതിക്കായി നൽകുന്നു. ബാദൽ, മേഘം തൻ്റെ ജലത്തെ സ്നേഹിച്ചുകൊണ്ട് അതെന്ത് ചെയ്യുന്നു? ജീവജാലങ്ങളുടെ ദാഹം അകറ്റാനായി നൽകുന്നു. അതുപോലെ നമ്മൾ സ്വയം സ്നേഹിച്ചുകൊണ്ട് ഭൂമിക്ക് വേണ്ട സ്നേഹം ചൊരിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഖുദ് സേ പ്യാർ കർനാ സേ ക്യാ അർത്ഥ നികൽത്താ ഹേ, സ്വയം സ്നേഹിക്കുക എന്നതുകൊണ്ട് എന്തർത്ഥമാണ് വരുന്നത്? എന്താണ് പറഞ്ഞിരിക്കുന്നത്? എന്താ പറഞ്ഞിരിക്കുന്നത്? हमें खुद से प्यार करेंगे तभी हम दुनिया से और दूसरों से प्यार कर सकेंगे. നമ്മൾ സ്വയം സ്നേഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ലോകത്തെയോ മറ്റുള്ളവരെയോ എന്ത് ചെയ്യാൻ പറ്റും? സ്നേഹിക്കാനായിട്ട് സാധിക്കും, അല്ലേ? നമ്മൾ സ്വയം സ്നേഹിച്ചാൽ മാത്രമേ, നമ്മളെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ കൂടി പരിഗണിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അത്രയേ ഉള്ളൂ. ഹമേ ഖുദ് സേ പ്യാർ കരേംഗേ തഫീ ഹം ദുനിയാ സേ ഓർ ദൂസരോं से प्यार कर सकेंगे. क्लियर? हमें खुद से प्यार करेंगे तभी हम दुनिया से और दूसरों से प्यार कर सकेंगे. क्लियर? നോക്കൂ, പേജ് നമ്പർ 9 പ്രവർത്തനങ്ങളാണ്. ജോഡേം ഓർ വാക്യ ലിഖേം, ജോഡേം ഓർ വാക്യ ലിഖേം ചേർത്ത് നമുക്ക് എന്തുണ്ടാക്കാം? വാക്യങ്ങൾ, സെൻറ്റൻസ് ഉണ്ടാക്കാം. ഫസ്റ്റ് ബോക്സിൽ സൂരജ്, പേട്, ബാദൽ. സെക്കൻഡിൽ ദുനിയാക്കോ. അടുത്ത് നോക്കൂ, പാനി, ഊർജ, ഫൂൽ. ലാസ്റ്റ് ദേത്താ ഹേ. അപ്പോൾ ഉചിതമായത് ചേർത്ത് വേണം സെൻറ്റൻസ് ഉണ്ടാക്കാൻ. പാനി, പാനി ആരാ? സൂരജാണോ, പേടാണോ, ബാദലാണോ? നമുക്കറിയാം, പാനി ബാദൽ, അല്ലേ? ഊർജ സൂരജ്, ഫൂൽ പേട്. ഓക്കെ, ഒരിക്കൽ കൂടി. പാനി ബാദൽ, ഊർജ സൂരജ്, ഫൂൽ പേട്. ക്ലിയർ? ഈ സെൻറ്റൻസ് ഉണ്ടാക്കി നോക്കൂ. സൂരജിന് ചേരുന്നത് ഊർജയാണ്, അല്ലേ? അപ്പോൾ സൂരജ് ദുനിയാക്കോ ഊർജ ദേത്താ ഹേ,
സൂര്യൻ ലോകത്തിന് ഊർജം നൽകുന്നു. പേട്, പേട് ദുനിയാക്കോ പാനിയാണോ? അല്ല. പിന്നെയോ? ഊർജയാണോ? അതും അല്ല. പിന്നെയോ? ഫൂൽ. അപ്പോൾ പേട് ദുനിയാക്കോ ഫൂൽ ദേത്താ ഹേ. വൃക്ഷങ്ങൾ ലോകത്തിന് പൂക്കൾ നൽകുന്നു. ബാദൽ ദുനിയാക്കോ പാനി ദേത്താ ഹേ. ബാദൽ മേഘം, ക്ലൗഡ്. ബാദൽ ദുനിയാക്കോ പാനി ദേത്താ ഹേ. ക്ലൗഡ് എന്ത് ചെയ്യുന്നു? ലോകത്തിന്, മേഘം ലോകത്തിന് ജലം നൽകുന്നു. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടെ നോക്കൂ. സൂരജ് ദുനിയാക്കോ ഊർജ ദേത്താ ഹേ. पेड़ दुनिया को फूल देता है. बादल दुनिया को पानी देता है. ക്ലിയർ അല്ലേ? അടുത്ത പ്രവർത്തനം പഹചാനേം ഓർ ലിഖേം, മനസ്സിലാക്കാം, എഴുതാം എന്നുള്ളതാണ്. ജീവൻ കാ ആധാർ ഹേ. ജീവന്റെ ആധാരങ്ങൾ, അടിസ്ഥാനങ്ങളാണ് താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ. എന്തൊക്കെയാണ്? ആ ചിത്രങ്ങൾ തിരിച്ചറിഞ്ഞ് എഴുതുക. എന്തൊക്കെയാണ്? സൂരജ്, പേട്, ബാദൽ. സൂരജ് സൂര്യൻ, പേട് പേട് വൃക്ഷം, ബാദൽ മേഘം. ആശയ് പഠേം ഓർ പങ്ക്തിയാം ഢൂണ്ടേം. ആശയം മനസ്സിലാക്കിയിട്ട് വരികൾ തിരഞ്ഞെടുത്തെഴുതാം. കവി ചാത്താ ഹേ, കവി ആഗ്രഹിക്കുകയാണ്, സൂരജ് അപ്പനെ ഊർജ സെ പ്യാർ കരേ ഓർ സംസാർ കോ ഊർജ പ്രദാൻ കരേ. സൂര്യൻ തൻ്റെ ഊർജത്തെ സ്നേഹിച്ചുകൊണ്ട് പ്രകൃതിക്ക് നൽകുന്നത് ഏത് വരികളിലാണ് അർത്ഥമാക്കുന്നത്? ആദ്യത്തെ 4 ലൈന് അല്ലേ? സൂരജ് അപ്പനി ആഗ് സേ ഇത്തനാ പ്യാർ കരേ കി വദേ സകേ ആഗ് ദുനിയാ കോഫി. അത് നോക്കൂ. മേഘ അപ്പനെ പാനി സെ പ്യാർ കരേ ഓർ പ്രകൃതിക്ക് പ്യാസ് ബുझായേ. മേഘം തൻ്റെ ജലത്തെ സ്നേഹിച്ചുകൊണ്ട് പ്രകൃതിയുടെ ദാഹം അകറ്റുന്നു. ഈ മീനിങ് തരുന്ന, ഈ അർത്ഥം തരുന്ന വരികൾ ഏതാണ്? 3ാമത്തെ സ്റ്റാൻസ അല്ലേ? बादल अपने जल से इतना प्यार करे कि वह दे सके जल दुनिया को फी. बादल अपने जल से इतना प्यार करे कि वह दे सके जल दुनिया को फी. ओके, क्लियर अല്ലേ? ये दुनिया को कैसे प्यार करेंगे. ഇവ ലോകത്തിനോട് എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? अपने विचार लिखें. നിങ്ങളുടെ ചിന്തകൾ എഴുതുക. സൂരജ്, സൂര്യൻ എങ്ങനെയാണ് ലോകത്തെ സ്നേഹിക്കുന്നത്? എങ്ങനെയാണ്? സൂരജ് ദുനിയാക്കോ ഊർജ ദേത്താ ഹേ. സൂര്യൻ ലോകത്തിനു വേണ്ടി തൻ്റെ ഊർജം നൽകുന്നു, പ്രകാശം നൽകുന്നു അല്ലേ? സൂരജ് ദുനിയാക്കോ അപ്പന ഊർജ ദേത്താ ഹേ. പേട്, പേട് വൃക്ഷം എങ്ങനെയാണ് ലോകത്തെ സ്നേഹിക്കുന്നത്? പേട് ദുനിയാക്കോ അപ്പന ഫൂൽ ഫൽ ഓർ വായു ദേത്താ ഹേ. പൂക്കളും പഴങ്ങളും വായുവുമൊക്കെ നൽകുന്നു. പേട് ദുനിയാക്കോ അപ്പന ഫൂൽ ഫൽ ഓർ വായു ദേത്താ ഹേ. നെക്സ്റ്റ് ബാദൽ, മേഘം. ബാദൽ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? ബാദൽ ദുനിയാക്കോ പാനി ദേത്താ ഹേ. ബാദൽ ദുനിയാക്കോ പാനി ദേത്താ ഹേ. മേഘം ലോകത്തിന് എന്ത് നൽകുന്നു? ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ദാഹമകറ്റാനായി ജലം നൽകുന്നു അല്ലേ? ബാദൽ ദുനിയാക്കോ പാനി ദേത്താ ഹേ. പേജ് നമ്പർ 11 വർക്ക് നോക്കൂ. താളലയക്കെ സാത്ത് കവിത കാ ആലാപ് കരേം. താളലയങ്ങളോട് കൂടി കവിത ആലപിക്കുക. നെക്സ്റ്റ് കവിത കാ ആശയ ലിഖേം. തന്നിരിക്കുന്ന കവിതയുടെ, നമ്മൾ പഠിച്ച കവിതയുടെ ആശയം എഴുതുക. അടുത്തത് കവിത കെ ആശയക്ക് ആധാർ പർ ചിത്ര ഖീഞ്ചേം. ആ കവിതയുടെ ആശയം വരുന്ന ഒരു ചിത്രം വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ചിത്രം വരയ്ക്കാൻ കൂട്ടുകാർക്കറിയാം, താളലയത്തിൽ അത് അതിമനോഹരമായി പാടാനും കൂട്ടുകാർക്കറിയാം. അപ്പോൾ കവിതാക്ക ആശയം, കവിതയുടെ ആശയം എഴുതാനും നിങ്ങൾക്കറിയാം. എങ്കിലും കവിതയുടെ ആശയം നോക്കിക്കോളൂ. ഖുദ് സെ പ്യാർ എന്ന കവിതയുടെ ആശയം എന്താണെന്ന് നോക്കൂ കൂട്ടുകാരെ. ഖുദ് സെ പ്യാർ നാമക് കവിത ശ്രീ शोफनाथ यादव द्वारा लिखी गई है. यह एक छोटी और सुंदर कविता है. कवि कहते हैं कि सूरज अपनी आग से बहुत प्यार करता है, इसलिए वह अपनी आग और ऊर्जा दुनिया को दे पाता है. उसी प्रकार पेड़ अपने फूलों से और बादल अपने जल से प्यार करता है और दुनिया को देता है. इसी तरह हमें खुद से प्यार करना चाहिए
തഫി ഹം ദുനിയാക്കോ പ്യാർ ദേ സക്കേംഗെ. നോക്കൂ കൂട്ടുകാരെ, എന്താ പറഞ്ഞിരിക്കുന്നത്? ഖുദ് സെ പ്യാർ നാമക് കവിത ശ്രീ ശോഭ്നാഥ് യാദവ് ദ്വാര ലിഖി ഗയി ഹേ. ഖുദ് സെ പ്യാർ എന്ന് പറയുന്ന കവിത എഴുതിയത് ആരാണ്? ശ്രീമാൻ ശോഭ്നാഥ് യാദവ് ആണ് ഖുദ് സെ പ്യാർ എന്ന കവിത രചിച്ചത്. ഏക് ഛോട്ടി ഓർ സുന്ദർ കവിത ഹെ. ഇത് വളരെ ചെറുതും മനോഹരവുമായ ഒരു കവിതയാണ്. കവി कहते हैं कि കവി പറയുകയാണ്, സൂരജ് അപ്പനെ ആഗ് സെ ബഹുത് പ്യാർ കർത്താ ഹെ. സൂര്യൻ തൻ്റെ ഊർജത്തെ വളരെയധികം സ്നേഹിക്കുന്നു. ഇസ്ലിയെ വഹ അപ്പനി ആഗ് ഓർ ഊർജ ദുനിയാക്കോ ദേ പാത്താ ഹെ. അതുകൊണ്ട് തന്നെ സൂര്യന് തൻ്റെ ഊർജത്തെ ദുനിയാവിന്, ലോകത്തിന് നൽകാനായി സാധിക്കുന്നു. ഉസി പ്രകാർ അതേപോലെ പേട് അപ്പനെ ഫൂലോം സെ, വൃക്ഷങ്ങൾ തൻ്റെ പൂക്കളെയും, ഓർ കൂടാതെ ബാദൽ അപ്പനെ ജൽ സെ പ്യാർ കർത്താ ഹെ, മേഘങ്ങൾ തൻ്റെ ജലത്തെയും സ്നേഹിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നു? പ്യാർ കർത്താ ഹെ ഓർ ദുനിയാക്കോ ദേത്താ ഹെ. അതുകൊണ്ട് തന്നെ ആ ലോകത്തിന് നൽകാനായി അവർക്ക് സാധിക്കുന്നു. ഇസി തരഹ ഇതുപോലെ ഹമേം നമ്മൾ എന്ത് ചെയ്യണം? ഖുദ് സെ പ്യാർ കർനാ ചാഹിയെ. നമ്മൾ സ്വയം സ്നേഹിക്കണം, നമ്മൾ തന്നെ സ്നേഹിക്കണം. തഫി ഹം ദുനിയാക്കോ പ്യാർ കർ ദേ സകേംഗെ. എന്താ, നമുക്കും ലോകത്തെ സ്നേഹിക്കാനായിട്ട് സാധിക്കും. ഹമേ ഖുദ് സെ പ്യാർ കർനാ ചാഹിയെ തഫി ഹം ദുനിയാക്കോ പ്യാർ ദേ സകേംഗെ. നമുക്ക് ലോകത്തെ സ്നേഹിക്കാനും അല്ലെങ്കിൽ ലോകത്തിന് സ്നേഹം നൽകാനും സാധിക്കും. ഓക്കെ, സിമ്പിൾ അല്ലേ? കവിതയുടെ ആശയം അറിയാമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് എഴുതാൻ സാധിക്കും. ഓക്കെ, ഒരിക്കൽ കൂടി നോക്കൂ. ഖുദ് സെ പ്യാർ നാമക് കവിത ശ്രീ ശോഭനാഥ് യാദവ് ദ്വാര ലിഖി ഗയി ഹെ. एक छोटी और सुंदर कविता है. कवि कहते हैं कि सूरज अपनी आग से बहुत प्यार करता है, इसलिए वह अपनी आग और ऊर्जा दुनिया को दे पाता है. उसी प्रकार पेड़ अपने फूलों से और बादल अपने जल से प्यार करता है और दुनिया को देता है. इसी तरह हमें खुद से प्यार करना चाहिए, तभी हम दुनिया को प्यार दे सकेंगे. ഓക്കെ, ക്ലിയർ? ഇനി നമുക്ക് ഈ പാഠത്തിലെ കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് നോക്കാം. കവിത കാ നാം ക്യാ ഹേ. കവിതയുടെ പേരെന്താണ്? ഖുദ് സെ പ്യാർ. ഖുദ് സെ പ്യാർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഏ കവിത കിസ്നെ ലിഖി ഹേ. ഈ കവിത ആരാണ് എഴുതിയത്? ശ്രീ ശോഭനാഥ് യാദവ്. ശ്രീ ശോഭനാഥ് യാദവ്. കവിയുടെ പേര് ശ്രീ ശോഭനാഥ് യാദവ്. ഈ കവിത കൈസി ഹേ. ഈ കവിത എങ്ങനെയുള്ളതാണ്? ഛോട്ടി, അച്ചി, സുന്ദർ. ഛോട്ടി ഹേ, അച്ചി ഹേ, സുന്ദർ ഹേ. ചെറുതാണ്, നല്ലതാണ്, സുന്ദരമാണ്, അല്ലേ? അടുത്ത് നോക്കൂ. ഹമേം ഖുദ് സെ പ്യാർ ക്യോം കർനാ ചാഹിയെ. നമ്മൾ എന്തിനാ സ്വയം സ്നേഹിക്കേണ്ടത്? നമ്മൾ എന്തിനാ സ്വയം സ്നേഹിക്കുന്നത്? തഫി ഹം ദുനിയാ സെ ഫി പ്യാർ കർ സകേംഗെ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ലോകത്തിന് സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ. തഫി ഹം ദുനിയാ സെ ഫി പ്യാർ കർ സകേംഗെ. നമുക്ക് ലോകത്തെ സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ. ഇസ് കവിത മേ കോൻ കിസെ പ്യാർ കർത്താ ഹെ. ഈ കവിതയിൽ ആര് എങ്ങനെ സ്നേഹിക്കുന്നു? നോക്കൂ. സൂരജ് അപ്പനെ ആഗ് സെ പ്യാർ കർത്താ ഹെ. സൂര്യൻ തൻ്റെ ആഗിനെ, പ്രകാശത്തെ അല്ലെങ്കിൽ ഊർജത്തെ സ്നേഹിക്കുന്നു. തർക്കത്ത് അപ്പനെ ഫൂലോം സെ പ്യാർ കർത്താ ഹെ. വൃക്ഷങ്ങൾ തൻ്റെ പൂക്കളെ സ്നേഹിക്കുന്നു. ബാദൽ അപ്പനെ ജൽ സെ പ്യാർ കർത്താ ഹെ. മേഘം തൻ്റെ ജലത്തെ സ്നേഹിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 6. തോ ഹമേം കിസ്സെ പ്യാർ കർനാ ചാഹിയെ. അപ്പം നമ്മൾ ആരെ സ്നേഹിക്കണം? നമ്മൾ ആരെ സ്നേഹിക്കേണ്ടേ? ഖുദ് സെ, സ്വയം. അത് നമ്മളെ തന്നെ സ്നേഹിക്കണം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. കവിത കാ ഉദ്ദേശിക്ക ഹെ. ഈ കവിതയുടെ ഉദ്ദേശം, ലക്ഷ്യം എന്താണ്? ഖുദ് സെ ഓർ പൂരി ദുനിയാ സെ പ്യാർ കർനാ ചാഹിയെ. സ്വയം സ്നേഹിക്കുകയും ലോകത്തെ മുഴുവൻ സ്നേഹിക്കുകയും ചെയ്യുക. അതായത് ലോകത്തെ മുഴുവൻ സ്നേഹിക്കാനായിട്ട് കുട്ടികളെ പ്രേരിപ്പിക്കുക. സ്വയം സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ പ്രവൃത്തിയിൽ, നമ്മുടെ കഴിവിൽ ആത്മവിശ്വാസം കൈക്കൊണ്ടുകൊണ്ട് ലോകത്തെ സ്നേഹിക്കുക. ഓക്കെ, കൂട്ടുകാർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ.